അല്ല, ഞാൻ ടെമ്പിളുകളിലൊക്കെ പോകുന്ന ഒരാളാണ്. ടെമ്പിളിൽ പോകുന്ന പല ഉദ്ദേശങ്ങൾ കൊണ്ടാണ്. കാരണം ടെമ്പിൾ എന്ന് പറയുന്നത് ഒരു ജനറേഷൻ്റെ ഒരു ബാക്കിയിരിപ്പ് സാധനമാണ്. പുതിയ ടെമ്പിളുകളും അതുപോലെ തന്നെയാണ്. നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് ടെമ്പിളുകൾ. അവിടെ ഞാൻ പോകുന്നത് ഈശ്വരനെ കാണാനോ പ്രാർത്ഥിക്കാനൊന്നും അല്ല. അവിടെ ഞാൻ പോകുന്നത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അവിടെ പോകുന്നതാണ്. അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും കിട്ടും എന്നൊന്നും എനിക്കൊരു വിശ്വാസമൊന്നുമില്ല. അങ്ങനത്തെ ഒരു കൺസെപ്റ്റിന് വേണ്ടി പോകുന്നതുമല്ല. അപ്പോൾ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട, ഞാനൊരു വിശ്വാസിയാണെന്ന്. ഞാൻ എൻ്റെ സ്പിരിച്വൽ പ്രോസസ്സിലെ ഒരു ഭാഗമാണ്. എൻ്റെ സ്പിരിച്വൽ പ്രോസസ്സിൻ്റെ എസെൻഷ്യലി ഞാനൊരു അന്വേഷകനാണ്, എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഇൻകംപ്ലീറ്റാണ്. ഓക്കെ, ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യനുകൾ മാത്രം ബാക്കി, ഉത്തരങ്ങളില്ലാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ആ ഉത്തരങ്ങൾക്ക് കിട്ടാൻ എളുപ്പമല്ല എന്ന് എനിക്കറിയാം. പക്ഷെ അത് കണ്ടെത്തിയേ പറ്റൂ. കാരണം ഒരു ലൈഫ് ടൈമിൽ കണ്ടെത്താൻ പറ്റുമെന്നൊന്നും എനിക്ക് വലിയ ഗ്യാരണ്ടിയൊന്നുമില്ല. ബട്ട് ഫോർ എക്സാമ്പിൾ നമുക്കെല്ലാം അറിയാവുന്ന ചോദ്യങ്ങളുണ്ടല്ലോ. ഹുവാമായി, ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് എന്താണ്, വാട്ട് ഈസ് ഗോഡ്. കഴിഞ്ഞ ദിവസം ഞാൻ രമണ മഹർഷിയുടെ ഒരു കാര്യം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമുക്കൊന്നും ഉത്തരങ്ങളൊന്നുമില്ല. അതുപോലെ ഈവൻ സയൻറ്റിസ്റ്റ് എന്ന നിലയിൽ പോലും പല കാര്യങ്ങളും ക്ലാരിറ്റി ഇല്ല നമുക്ക്. ഞാനൊരു ആസ്ട്രോഫിസിസ്റ്റ് ഒന്നും അല്ല, എന്നാൽ പോലും കുറേയൊക്കെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ഉത്തരങ്ങളില്ലാത്തൊരു തലത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉത്തരങ്ങൾ മനസ്സിലാക്കാനായിട്ട് ആർക്ക് കഴിയും? എനിക്കറിയില്ല. സയൻസിന്റെ ലിമിറ്റേഷൻ എന്താണ്? ലിമിറ്റേഷൻ ഉണ്ടാകുമായിരിക്കാം. പക്ഷേ ആ ലിമിറ്റേഷനെ കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ള ഒരാളൊന്നും അല്ല ഞാൻ. എൻ്റെ സയൻസിനെ കുറിച്ചുള്ള അറിവ് ഞാൻ വായിച്ചറിയുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനൊരു എഞ്ചിനീയർ ആയതുകൊണ്ട് എക്സ്പീരിയൻസ് അറിഞ്ഞു ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. അതുകൊണ്ട് എൻ്റെ അറിവ് പൂർണ്ണമൊന്നുമല്ല. ബട്ട് ഈ പൂർണ്ണമല്ലാത്ത അറിവിൽ തന്നെ എനിക്കറിയാം അതൊരു വലിയ കോംപ്ലക്സ് സാധനമാണ്, അറിയാനായിട്ടുള്ളൊരു പ്രോസസ്സ്. ഇനി ഒരുപാട് അറിയാനുണ്ട്. അതിൻ്റെ ലൈഫ് ടൈമിൽ ഇതിന് സാധ്യമാകുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. പിന്നെ നിങ്ങൾ ടെമ്പിളിൽ എന്തിനു പോകണമെന്ന് നിങ്ങൾക്കൊരു റാഷണലിസ്റ്റ് ആയിട്ട് ഇരുന്നൂടെ എന്നൊക്കെ ചോദിക്കാം. അറിവിനെ മാത്രം അന്വേഷിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ആ പ്രോസസ്സിലൂടെ മാത്രം കംപ്ലീറ്റ് ആകാൻ സാധിക്കുമെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു രണ്ടും ആവശ്യമുണ്ട് എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു അറിവ് വായനയൊക്കെ ഉണ്ടാവണം. കാരണം അത് വായനയിലൂടെ കിട്ടുള്ളൂ. പിന്നെ ചിന്തിക്കുന്നതിലൂടെ കിട്ടാം. മറ്റേ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു എൻക്വയറി പ്രോസസ്സ്, അതായത് സ്വയം കണ്ടെത്താനുള്ള കഴിവ്. നമ്മൾ ആലോചിക്കുന്ന പോലെ സ്പിരിച്വൽ പ്രോസസ്സ് നമ്മൾ സിംപ്ലിഫൈ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള ചിന്തിക്കണം. നമ്മൾ പലപ്പോഴും ഉത്തരങ്ങളൊന്നും പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടൊന്നുമില്ല, അമ്പലത്തിലും ഇല്ല, സ്വാമിമാരുടെ അടുക്കലും ഇല്ല. അപ്പോൾ നമ്മൾ സ്വയം കണ്ടെത്തേണ്ട ഒരു സാധനമാണ്. അപ്പോൾ സ്വയം കണ്ടെത്താനുള്ള ഒരു പ്രോസസ്സിലാണ് ഞാൻ. അത് വയസ്സ് ഇത്രയായി, ഇനി ബാക്കിയുള്ള ഉള്ള സമയത്ത് കണ്ടെത്താൻ പറ്റുമെന്ന് വിചാരിച്ചോടെ നടക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ISRO കേസ് അറിഞ്ഞുണ്ട്. പക്ഷെ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിലൊക്കെ അവിടെ വിസിറ്റ് ചെയ്ത ഒരാൾ പറഞ്ഞാണ് അവിടെയും പൂജകളൊക്കെ നടക്കാറുണ്ട്. എന്തെങ്കിലും മേജർ ഇതിന് ലോഞ്ചിന് അതിന് തെറ്റെന്താണ്? കാരണം പൂജ നടത്താം. കാരണം പൂജ എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറൽ എലിമെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ ജനിച്ചു വിടുന്ന ഒരു കുടുംബവും നമ്മൾ കണ്ട് തീർന്നൊരു സംസ്കാരമുണ്ട്. നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് ചില സംസ്കാരങ്ങളിലൂടെയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് ആ സംസ്കാരം ശരിയല്ല എന്നോ അത് ഫോളോ ചെയ്യേണ്ടതെന്നോ നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിൻ്റെ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷേ നമ്മൾ അതിൽ കൂടെയാണ് കടന്നു വന്നത്. ഓരോരുത്തരും ജനിച്ചൊരു കുടുംബത്തിൻ്റെയും സൊസൈറ്റിയുടെയും ഫാമിലിയുടെയും രാജ്യത്തിൻ്റെയും സംസ്കാരത്തിലൂടെ വന്നിരിക്കുന്നത്. അതിനെ നെഗേറ്റ് ചെയ്യുന്നത് നല്ലൊരു സ്മാർട്ടായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചെയ്യാം, അതിനെക്കുറിച്ച് സ്വന്തമായിട്ട് ചിന്തിക്കാം, തീരുമാനിക്കാം, അഡോപ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ്. നിങ്ങൾ മാത്രമല്ല ജീവിക്കുന്നത്, നിങ്ങളുടെ ഒപ്പം സുഹൃത്തുക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, സമൂഹമുണ്ട്. ഇവരുടെ ഒപ്പമാണ് നിങ്ങൾക്കിവിടെ ജീവിക്കേണ്ടത്. ആ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ സ്വന്തം അടിച്ചേൽപ്പിക്കാനാവില്ല. അപ്പോൾ ആ അടിച്ചേൽപ്പിക്കുന്നത് എഗൻസ്റ്റാണ് ഞാൻ. അപ്പോൾ ഏത് തരത്തിലുള്ള സാധനങ്ങൾ ആരെയും അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ആരെങ്കിലും പൂജ ചെയ്യുമ്പോൾ ശരിയല്ല, ഈ ഇതിനുള്ളിൽ പൂജ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയേണ്ട ആവശ്യം എനിക്ക് തോന്നാറില്ല. കാരണം ഈ റോക്കറ്റ്, ഇപ്പോൾ ഒരു ഉദാഹരണം, റോക്കറ്റ് നിർമ്മാണമോ ഏതെങ്കിലും പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ നിർമ്മാണ സമയത്ത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തതിന് മുമ്പ് ആരെങ്കിലും പൂജിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും ഒരേ തലത്തിൽ ചിന്തിക്കുന്നവരായിരിക്കണമെന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ആ പൂജ ഇമ്പോർട്ടൻ്റ് അല്ലായിരിക്കാം. എനിക്ക് തിരിച്ചറിയാൻ കഴിയും ആ പൂജ കൊണ്ട് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഇല്ലായിരിക്കാം. പക്ഷേ അങ്ങനെ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളുകളുടെ സൈക്കോളജിയെ ഇല്ലാതാക്കാൻ ഞാൻ ആളല്ല.
അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള സമയത്ത് അവരുടെ ഒപ്പം നിൽക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇപ്പം ഞാൻ ഈ ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ ആ ദേവിയാണ് എനിക്കെല്ലാം തരുന്നതെന്നും എന്നെ രക്ഷിക്കുന്നതെന്നും വിശ്വസിക്കുന്നവരുണ്ട്. അവരെ ഞാൻ കുറ്റം പറയൂല. എന്നാൽ ഞാനവിടെ നിൽക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കണമെന്ന് എന്നോട് നിർബന്ധിക്കാനാവില്ല ആർക്കും. ഞാനവിടെ നിൽക്കുന്നത് മറ്റ് ചില കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ എന്നെ രക്ഷിക്കാൻ ആവശ്യപ്പെടാനല്ല ഞാൻ അവിടെ നിൽക്കുന്നത്. ചില സമയത്ത് അത് കോൺട്രഡിക്ടറി അല്ലേ? ഇപ്പോൾ ഈ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്, ഇപ്പൊ നമ്മളുടെ റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നു, അതിനു മുന്നേ ഒരു പച്ചമുളകും ഒരു നാരങ്ങയും ഉപ്പും ഒക്കെ കെട്ടിയിട്ടാൽ ഞാനത് ഒരു സിംബോളിക്കായി ചോദിക്കാനാണ്. അത് എന്തുവാകട്ടെ, അത് ചെയ്താൽ റോക്കറ്റിന് കേടുപാടൊന്നും വരില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരത് ചെയ്യുന്നത് അവരുടെ ഒരു വാസന നമ്മൾ പറയുന്ന സിമ്പിൾ വാക്കിൽ പറഞ്ഞാൽ അവർ ജീവിച്ചു വന്ന ചുറ്റുപാടുകളിലൂടെ അവർ കണ്ടെത്തിയ ചില കാര്യങ്ങൾ. അവർ നിങ്ങൾ പച്ചമുളക് വയ്ക്കേണ്ടെന്ന് പറഞ്ഞാൽ അവർ മനസ്സിൽ വിചാരിക്കും അത്. കാരണം അവരങ്ങനെയാണ് ആ സമൂഹത്തിലൂടെ വളർന്നു വന്നിട്ടുള്ളത്. അവർക്ക് ആ പൂജ അവരുടെ മനസ്സിനെ ദേ വിൽ പുട്ട് ഇറ്റ് അറ്റ് ഈസ്. ആ മനുഷ്യൻ അൾട്ടിമേറ്റ്ലി ഒരു സമൂഹ ജീവിയാണ്. ആ സമൂഹ ജീവിയുടെ ഒപ്പം നിന്നേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കേണ്ട ഒരു കാര്യം, അത് നിങ്ങളെ ഹാം ചെയ്യുന്നുണ്ടോ, അത് നിങ്ങളുടെ പ്രോസസ്സുകളെ ഇല്ലാതാക്കുന്നുണ്ടോ, അത് സൊസൈറ്റിയുടെ ഹാർമണി അഫക്റ്റ് ചെയ്യുന്നുണ്ടോ, അത് സഹജീവികളുടെ ജീവിതത്തിനെ ട്രബിൾ ചെയ്യുന്നുണ്ടോ, ഇത് മാത്രം നോക്കിയാൽ മതി. അതല്ലാത്തിടത്തോളം കാര്യം മറ്റൊരു കാര്യം നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. അത് ഒരു സ്വാതന്ത്ര്യമാണ്. പിന്നെ ഇത് സർക്കാർ ഓഫീസാണ്, ഇതിനുള്ളിൽ അത് ചെയ്യാൻ പാടില്ല. സർക്കാർ ഓഫീസിൽ മരിക്കുന്നത് മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരുടെയും അവരുടെ മനസ്സിൻ്റെയും അവരുടെ ചിന്തകളുടെയും അവരുടെ മോട്ടിവേഷനും എല്ലാം കൂടെ ചേർന്നാണ് ആ സാധനം നടക്കുന്നതല്ല. അല്ലാതെ അവർ യന്ത്രങ്ങളായിട്ടല്ല. സർക്കാർ ഗൈഡ് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ യന്ത്രങ്ങളെ പോലെ പെരുമാറണമെന്നൊന്നും ആരോടും പറയാനാവില്ല. അവരുടെ റൂമിൽ ചിലപ്പോൾ അവർ വിഗ്രഹങ്ങളോ ദേവികളോ ഓമുകളോ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവാം. അതിനൊന്നും അൺഡു ചെയ്യാൻ നമ്മളെ കൊണ്ടാവില്ല. അത് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആകെ ചെയ്യാവുന്ന കാര്യം. അത് ആകെ ചെയ്യേണ്ടത് മറ്റു ജീവികൾക്കും മറ്റു ആളുകൾക്കും അത് ക്വസ്റ്റ്യൻ ആവുന്നുണ്ടോ, അത് ആ സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഇടപെടേണ്ടോ, അത് കറക്റ്റ് ചെയ്യപ്പെടുകയും വേണം. അതല്ലാത്തിടത്തോളം കാലം അവൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഏത് തരത്തിലാണ്, അതായത് മറ്റ് വിശ്വാസങ്ങൾക്കാണോ അതോ മറ്റേ സയൻസിന് കോൺട്രഡിക്ടറി ആകുന്നുള്ളതാണ്? വിശ്വാസങ്ങൾ എപ്പോഴാണ് സയൻസിന് കോൺട്രഡിക്ടറി ആയിട്ടുള്ളത്? അതൊക്കെയാണ് തെറ്റിദ്ധാരണ. പലപ്പോഴും പറയപ്പെടുന്നത് എല്ലാത്തര വിശ്വാസങ്ങളും ഇവിടെയാണ് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അൺസയൻറ്റിഫിക് എന്നൊക്കെ നിങ്ങൾ പറയാൻ മാത്രം നിങ്ങളൊന്നും ആയിട്ടൊന്നുമില്ല. ഓക്കെ, അവിടെയാണ് നമ്മുടെ ഹ്യൂമിലിറ്റിയും കൂടെ ഒപ്പം കൊണ്ടുവരേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. സയൻറ്റിഫിക്കിന് ഒരു പ്രോസസ്സുണ്ട്. എന്താണ് പ്രോസസ്സ്? സയൻറ്റിഫിക് പ്രോസസ്സ് പ്രൂഫ് ബേസ്ഡ് ആണ്. എല്ലാ സയൻറ്റിഫിക് പ്രോസസ്സുകൾക്കും തെളിവ് വേണം. അപ്പോൾ തെളിവ് നിരത്തുക എന്നുള്ളത് സയൻറ്റിഫിക് പ്രോസസ്സാണ്. തെളിവില്ലാത്തൊരു സാധനത്തിൻ്റെ ക്വസ്റ്റ്യനാണ് ബിലീഫ് എന്ന് പറയുന്നത്, വിശ്വാസം. അപ്പോൾ ആ വിശ്വാസത്തിന് തെളിവിൻ്റെ ആവശ്യമില്ല. അത് ഒരാൾ പറയുകയാണ് ഇതാണത്, ശരി, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നു, നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു വിശ്വാസിയല്ല എന്ന്. അപ്പോൾ ഞാൻ ആര് പറഞ്ഞതും വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു എൻക്വയറി ചെയ്യുന്ന ഒരാളാണ്, അന്വേഷിക്കാനും കണ്ടുപിടിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിനെ ഞാൻ നെഗേറ്റ് ചെയ്യുന്നില്ല. ഞാൻ ഈ പറയുന്ന പ്രോസസ്സുകൾ ഇപ്പോൾ ഈ അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് എന്തെങ്കിലും നേടുന്നു എന്നുള്ള ആ കൺസെപ്റ്റ് ഞാൻ നെഗേറ്റ് ചെയ്യുന്നില്ല. ഞാനത് കണ്ടുപിടിക്കാം. കാരണം എനിക്ക് ആകെ പറയാവുന്നൊരു ക്വാളിറ്റി ഉള്ളൂ, എനിക്കറിയില്ല. ഓക്കെ, എനിക്ക് ആകെ പറയാവുന്ന അവിടെ ചെന്ന് ഒരുപാട് പേര് പോകുന്നുണ്ട്. ദേ ആർ ഗോയിങ് ദെയർ, ദേ തിങ്ക് ദെയർ ഇസ് എ പവർ. ഐ ഹാവ് നോട്ട് സീൻ എനി പവർ ടിൽ ഡേറ്റ്. ഓക്കെ, ഞാൻ എന്തെങ്കിലും ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് തന്നതായിട്ട് എനിക്കറിയില്ല. ഞാനിതുവരെ ദൈവത്തെ കണ്ടിട്ടുമില്ല. ഓക്കെ, അതുകൊണ്ട് ഞാനതില്ല എന്ന് പറയാനൊന്നും ആളല്ല ഞാൻ. എനിക്കാകെ പറയാവുന്ന എനിക്കറിയില്ല. സോ ടുഡേ ഐ ക്യാൻ ഓൺലി സേ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇത്രേ ഉള്ളൂ. ഒരുപാട് ഹ്യൂമിലിറ്റി വേണം. ആയിക്കോട്ടെ, ഹ്യൂമിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ. പക്ഷേ ഞാനത് ഫാക്റ്റാണ് പറയുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ അറിയില്ലാത്തതുകൊണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ജ്യോത്സ്യം. ഓക്കെ, നിങ്ങൾ പറയും തച്ചുശാസ്ത്രം, ലക്ഷണശാസ്ത്രം, ഹസ്തരേഖ. ശരിയാണോ? എനിക്കറിയില്ല എന്ന് പറയുന്നതല്ല ശരി. അത് തെറ്റാണ് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ കറക്റ്റ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല എന്ന് പറയുന്നതായിരിക്കും. അങ്ങനെയാണ്. കാരണം ചിലതൊക്കെ നമ്മളത് പ്രൂവ് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അത് സയൻസിന്റെ ഒരു ഉത്തരവാദിത്തമില്ല. അത് പ്രൂവ് ചെയ്യുക എന്നുള്ളത് ആ തച്ചുശാസ്ത്രമാണെങ്കിൽ തച്ചുശാസ്ത്രം അത് അവര് പേപ്പർ പബ്ലിഷ് ചെയ്യും. ശാസ്ത്രം എന്നുള്ള വാക്കിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട് അത് സംഭവിക്കുന്നത്. അവർ ആ ശാസ്ത്രവും ഈ ശാസ്ത്രവും സയൻസും ആയിട്ട് ബന്ധപ്പെടുത്തണ്ട. അത് ശാസ്ത്രം എന്നുള്ളൊരു യൂസേജ് ആണ് പഴയ കാലത്തുണ്ടായിരുന്നത്. ഇപ്പം ആയുർവേദ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിന് പ്രൂഫ് എവിടെയെങ്കിലും ഉണ്ടോ? ഹോമിയോപ്പതിക്ക് എവിടെയെങ്കിലും പ്രൂഫ് ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഡിഗ്രി കൊടുക്കുന്ന രണ്ട് കോഴ്സുകളാണ് ആയുർവേദവും ഹോമിയോപ്പതിയും. എവിടെ പ്രൂഫ്? ഒരു പ്രൂഫും ഇല്ല.
ആളുകൾക്ക് പറഞ്ഞറിവ് മാത്രമേ ഉള്ളൂ, എക്സ്പീരിയൻഷ്യലാണ്. അപ്പോൾ നമുക്ക് ആകെ ചെയ്യാവുന്നത് എക്സ്പീരിയൻഷ്യലി ആയിട്ടുള്ള സാധനത്തെ പ്രൂഫ് എന്ന് പറഞ്ഞുകൂടാ, സയൻറ്റിഫിക്കലി പ്രൂഫല്ല. എനിക്ക് എക്സ്പീരിയൻസ്ഡ് ഉണ്ട്, ഓക്കെ, ഫോർ മീ ഇറ്റ് വർക്ക്. അങ്ങനെയുള്ള സാധനത്തെ ഇറ്റ് നീ നോട്ട് വർക്ക് ഫോർ യു. സാർ അതിനൊരു കോസ്റ്റ് ഇല്ല സാർ. അതായത് ഇപ്പം എനിക്ക് ഒരു അസുഖം വന്നു, അപ്പം ഹോമിയോപ്പതി ഞാനിപ്പോൾ അഡോപ്റ്റ് ചെയ്യാണ്. അപ്പം അതിന് എനിക്ക് മുമ്പിൽ ഇപ്പൊ ഒരു വിശ്വാസം മാത്രം മതിയല്ലോ, പോരല്ലോ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. ഹോമിയോപ്പതി സയൻസ് ആണോ? അല്ലേ? അല്ല. അല്ലല്ല. അല്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് വിശ്വാസത്തെ ബേസ് ചെയ്താണ്. ആയുർവേദം സയൻസ് ആണോ? അല്ലേ? അല്ല എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ആയിക്കോട്ടെ, എനിക്കതിന് യാതൊരു കോൺട്രഡിക്ഷനും ഇല്ല. പക്ഷെ ആണ് എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊരു പ്രൂവ് ചെയ്യണ്ടേ? അത് അവരുടെ പ്രോബ്ലം, എന്റെ പ്രോബ്ലം അല്ല. പക്ഷെ അത് ആയുർവേദം ആണെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് കൊടുക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഹോമിയോപ്പതി ആണ്. പക്ഷേ നിങ്ങളുടെ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് സ്വീകരിക്കാനോ സ്വീകരിക്കാതിരിക്കാനോ.